അടുത്ത 5 വർഷം രാജ്യം ആര് ഭരിക്കണം? ജനം വിധിയെഴുതി തീരാൻ കഷ്ടി 1 മണിക്കൂറാണ് ശേഷിക്കുന്നത്. ഫലമറിയാൻ 3 ദിവസം കൂടി. വെന്നിക്കൊടി പാറിക്കുക ആരെന്നറിയാൻ അക്ഷമരായി കാത്തിരിക്കുന്ന ജനങ്ങളിലേക്ക് എക്സിറ്റ് പോൾ ഫലങ്ങളുമായി എത്താനൊരുങ്ങുകയാണ് ദേശീയ മാധ്യമങ്ങൾ. മോദി ഗ്യാരണ്ടി ജനങ്ങൾ ഏറ്റെടുത്തോ അതോ ഇന്ത്യ മുന്നണിയെ രാജ്യം ഉൾക്കൊണ്ടോ? ചോദ്യങ്ങൾ നിരവധിയാണ്. 2 മാസത്തെ പ്രചാരണം, പോളിംഗിലെ അപ്രതീക്ഷിത വ്യതിയാനങ്ങൾ, വിവാദങ്ങൾ എല്ലാം വിശദമായി വിലയിരുത്തുന്ന 24 പോൾ ഓഫ് പോൾസ് ആരംഭിക്കുന്നു. വിധി നിർണയത്തിൽ നിർണായകമാകുന്ന സംസ്ഥാനങ്ങളുടെ സ്റ്റാർ മണ്ഡലങ്ങളുടെ അവസാനവട്ട പ്രതീക്ഷകൾ എന്ത് എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ആദ്യം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇന്നിപ്പോ ഏറ്റവും അവസാനഘട്ട പോളിംഗ് അവസാനിക്കാൻ 1 മണിക്കൂർ മാത്രമാണുള്ളത്. 6 ഘട്ടങ്ങളിലെ പോലെ ആവേശമില്ലാത്ത പോളിംഗിനാണോ ഈ 7ാം ഘട്ടവും സാക്ഷ്യം വഹിക്കുന്നത്? അവസാന ഘട്ടത്തിൽ നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല വേണു. കാരണം 3 മണിവരെയുള്ള കണക്കുകൾ വെച്ച് ഏതാണ്ട് 50%, 49.92 എന്ന വിധത്തിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മുൻ ഘട്ടങ്ങളിൽ. എന്നാൽ ഒരു 5 മണിയോടെ ഈ ഫലം വരുമ്പോഴാണ് 50% എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ മുൻവട്ടങ്ങളെ അപേക്ഷിച്ച് ഒരുപക്ഷെ ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു പോളിംഗ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആനുപാതികമായി നമ്മൾ കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിൽ ആദ്യത്തെ കാരണം ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ അഭയം തേടുന്നത് ഈ കാലാവസ്ഥയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. ഒരുപക്ഷെ കാലാവസ്ഥ അങ്ങനെ അത്ര മോശമായിട്ടുള്ള കാലാവസ്ഥയിലും വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗം ഉണ്ടെങ്കിൽ ഇന്ന് ഉണ്ടായ പോലെയുള്ള ചൂട് നിലനിൽക്കുന്ന ഇന്നാണ് ഏറ്റവും വലിയ ചൂട് ഉള്ളത്. 50 ഡിഗ്രിയോളം അടുത്താണ് എല്ലാ വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലെയും താപനില. അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ഏതാണ്ട് ഈ വിധത്തിൽ ആവേശത്തോടു കൂടിയായിരുന്നെങ്കിൽ മറ്റു ഘട്ടങ്ങളിൽ ഉണ്ടായ പ്രതികരണം അത് തീർച്ചയായിട്ടും കാലാവസ്ഥ മാത്രമല്ല അതിന് പിന്നിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അടിയൊഴുക്കുകളെ ഏതു വിധത്തിൽ സ്വാധീനിച്ചു എന്ന് പരിശോധിക്കാനായി ഏറ്റവും കൂടുതൽ ജിജ്ഞാസയോടുകൂടി രാഷ്ട്രീയ ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. 18ാമത്തെ ലോക്സഭ, ആ ലോക്സഭയ്ക്ക് വലിയ പ്രത്യേകതകളുണ്ട്. 2 ടേമിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമോ അഥവാ ഇന്ത്യ മുന്നണി എന്ന പേരിൽ പ്രതിപക്ഷ സഖ്യം രാജ്യത്ത് ഉള്ള ഒട്ടാകെയുള്ള ചെറുകക്ഷികൾ അടക്കമുള്ള കക്ഷികളെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഇന്ത്യ മുന്നണിക്ക് ജനങ്ങളുടെ മുന്നിൽ അവരുടെ സ്വാധീനം തെളിയിക്കാൻ സാധിച്ചോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കാകും ഇനിയുള്ള മണിക്കൂറുകൾ ഉത്തരം നൽകുക. ഏതായാലും ഒരു വലിയ പ്രക്രിയയ്ക്ക് ലോകം കാത്തു നിൽക്കുന്ന, ലോകമാകെ വീക്ഷിച്ച ഏറ്റവും വലിയ ഒരു ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് അല്പസമയത്തിനകം ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായുള്ളതിൽ തിരശ്ശീല വീഴുകയാണ്. അതിനുശേഷമാണ് ഈ വോട്ടെണ്ണൽ ആയി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. നമുക്ക് ഇന്ന് നടന്ന വോട്ടിംഗ് ശതമാനത്തെ പരിശോധിച്ചാലും രാവിലെ മുതൽ തന്നെ ഉള്ള ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഉത്തർപ്രദേശ് ഇത്തവണ ഒരു മികച്ച രീതിയിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. പൂർവാഞ്ചൽ മേഖലയാണ്, ഉത്തർപ്രദേശിന്റെ പൂർവാഞ്ചൽ മേഖല, വാരണാസി ഉൾപ്പെടുന്ന പൂർവാഞ്ചൽ മേഖലയാണ് ഇന്ന് ബൂത്തിലുള്ളത്. ആ മേഖല ഏതാണ്ട് ഭേദപ്പെട്ട രീതിയിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും പറയാനുമായി സാധിക്കുക. ഏതായാലും അന്തിമമായിട്ടുള്ള പെർസെൻറ്റേജ് ഒരുപക്ഷെ ഈ 7:30 മണിയോടുകൂടി ആയിരിക്കും വരിക. 5:30 മണിയോടുകൂടി അടുത്ത 5 മണി വരെയുള്ളതിൻ്റെ പോളിംഗ് ശതമാനം വരും. ആ ഘട്ടത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് പല സംസ്ഥാനങ്ങളിൽ നിന്നും അറിയാനായി സാധിച്ചിരിക്കുന്നത് വലിയ നിരയൊന്നും ബൂത്തുകൾക്ക് മുന്നിൽ ഇല്ല. 5 മണിയോട് അടുക്കുന്ന ഘട്ടത്തിൽ വലിയ നിരയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഒരുപക്ഷെ ഒരു 60-നോടടുത്ത് അല്ലെങ്കിൽ 65% എന്ന വിധത്തിലേക്ക് എത്തുന്നതായിരിക്കും അവസാനമായി ഈ 7ാം ഘട്ടത്തിലും ഉണ്ടാകുന്ന ഫലം എന്നുള്ളതാണ്. ബംഗാളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പോളിംഗ് ഉണ്ടായതും ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഉണ്ടായതും. ഇന്ന് നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ബംഗാളിന്റെ പല മേഖലകളിലും കാണാനായിട്ടും അറിയാനായിട്ടും സാധിച്ചത്. അത് ഒരു പക്ഷത്ത് തൃണമൂൽ കോൺഗ്രസ് നിൽക്കുന്നു, മറുഭാഗത്ത് BJPയും ഒപ്പം CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും. അങ്ങനെ 3 കക്ഷികൾ ത്രികോണ പോരാട്ടം നടന്ന പശ്ചിമ ബംഗാളിൽ വളരെ
സജീവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ദിനത്തിനാണ് ഇന്നും കാരണമായി മാറിയത്. പഞ്ചാബിലാണ് സംഘർഷങ്ങൾ ഉണ്ടായ മറ്റൊരു മേഖല. ഇന്നലെ ഒരു ആം ആദ്മി പ്രവർത്തകനെ ജീവനെടുക്കുന്ന വിധത്തിലേക്ക് സംഘർഷങ്ങൾ എത്തിയിരുന്നു. അതിന് തുടർച്ചയായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ, വോട്ടെടുപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഇടയിലും ഏതാണ്ട് അന്തരീക്ഷം, പ്രത്യേകിച്ച് ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ കൂടി ഉള്ള ഒരു സാഹചര്യത്തിലും ഏതാണ്ട് ഭേദപ്പെട്ട രീതിയിൽ പഞ്ചാബിൽ വോട്ടെടുപ്പ് നടന്നു എന്നുള്ളതാണ്. നമുക്ക് ആ 3 മണി വരെയുള്ള പെർസെൻറ്റേജ് കൂടി ഒന്ന് പരിശോധിച്ച് പോകുന്നത് ഈ ഘട്ടത്തിൽ ഉചിതമാണെന്ന് തോന്നുന്നു. ബീഹാറിൽ 42.95, ചണ്ഡീഗഡിൽ 2.61, ഹിമാചൽ പ്രദേശിൽ 58.41, ജാർഖണ്ഡിൽ 60.14, ഒഡീഷയിൽ 49.77, പഞ്ചാബിൽ 46.38, ഉത്തർപ്രദേശിൽ 46.83, ബംഗാളിൽ 58.46. ഇത് 3 മണി വരെയുള്ള കണക്കാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി 5:30 മണിക്ക് അപ്പോൾ ഈ പുതിയ കണക്ക് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 3 മണിക്കൂറത്തെ ശതമാനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വിധത്തിലായിരിക്കും എത്തുക. അത് ഒരുപക്ഷെ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മികച്ചത്, സാമാന്യം ഭേദപ്പെട്ടത് എന്ന് പറയാവുന്ന ഒരു പോളിംഗ് ശതമാനത്തിലേക്കാകും എത്തുന്നത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഈ കന്യാകുമാരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ നേതൃയോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഭാഗത്തും വളരെ കാണാനായിട്ടുള്ള കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ 2 മുന്നണികളും സജീവമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടി ഡൽഹിയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. BJPയുടെ മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്തിലും ഇന്ന് രാവിലെ മുതൽ ചർച്ചകളിൽ മുഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രധാനമന്ത്രി എത്തുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതകളൊക്കെ അവതരിപ്പിക്കും എന്നറിയാൻ സാധിക്കുന്നു. രണ്ടുപേരും സമാപിക്കാനായി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ശതമാന കണക്കത് എത്രയാണ്, അതിന്റെ വിശദാംശങ്ങളൊക്കെയാണ് വിവിധ സംസ്ഥാനങ്ങളിലേതടക്കം ആർ രാധാകൃഷ്ണൻ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. ശ്രീനാഥ് ചന്ദ്രൻ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, മഹാരാഷ്ട്ര നമുക്കറിയാവുന്നതുപോലെ വളരെ നിർണായകമായ ഒരു സംസ്ഥാനമാണ്. 48 സീറ്റുകളാണ് അവിടെ ആകെയുള്ളത്. ഇക്കുറി പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ശിവസേനയുടെ പിളർപ്പ്, NCPയുടെ പിളർപ്പ്, അതിൽ തന്നെ പവാർ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന പിളർപ്പ്, 2 പക്ഷവും BJPയും NDA മുന്നണി, അത് കൂടാതെ മഹാവികാസ് അഘാടി, ഇന്ത്യ സഖ്യം അതുണ്ടാക്കിയിട്ടുണ്ട്. ആ തരത്തിലേക്കൊക്കെ വളരെ നിർണായകമായൊരു പോരാട്ടം നടക്കുന്ന മഹാരാഷ്ട്രയിൽ ഏത് തരത്തിലേക്കാകും ഇക്കുറി ജനം വിധി എഴുതിയിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീനാഥൻ, എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അനുജ സൂചിപ്പിച്ചതുപോലെ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം MP മാരെ ലോക്സഭയിലേക്ക് സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 48 ആണ് മഹാരാഷ്ട്രയിലെ സംഖ്യ. അതുകൊണ്ട് മഹാരാഷ്ട്ര പിടിക്കേണ്ടത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ സമീപകാലത്ത് മഹാരാഷ്ട്രയിൽ അവരുടെ കരുത്ത് 10 മടങ്ങ്, പല മടങ്ങ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മേൽക്കോയ്മ മഹാരാഷ്ട്രയിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ വലിയൊരു സീറ്റ് നില ലോക്സഭയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് അവരുടെ പ്രതീക്ഷ. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്കാണ്. യഥാർത്ഥത്തിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് മുമ്പ് വോട്ടെടുപ്പ് നടക്കുന്നതിന് ഏതാണ്ട് 2 വർഷം മുമ്പ് 2 സർവേ ഫലങ്ങൾ BJP നേതൃത്വത്തിന് മുന്നിലേക്ക് വന്നിരുന്നു. ആ 2 സർവേ ഫലങ്ങളിലും BJPക്ക് വലിയ തിരിച്ചടിയാണ് സംസ്ഥാനത്ത് ഉണ്ടാവാൻ പോകുന്നത് എന്നതായിരുന്നു. അതിൻ്റെ ഔട്ട്കം, അതിനുശേഷമുണ്ടായ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു. 2 പാർട്ടികളുടെ ഭിന്നിച്ചു പോകുന്ന കാഴ്ച കണ്ടു. ആദ്യം ശിവസേന പിളർന്നു പോകുന്നു, അതിനുശേഷം NCPയിലും സമാന തരത്തിലുള്ള ഒരു നെടുകെ പിളർപ്പ് ഉണ്ടാകുന്നു. അങ്ങനെ 2 പിളർപ്പിലൂടെ BJPക്ക് ആ സർവേ ഫലങ്ങൾ നൽകിയ ഒരു മുന്നറിയിപ്പ്, അതിനെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ടിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട കാഴ്ചകൾ, ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം 2 മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ്. ചില പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ പറഞ്ഞതുപോലെ ശിവസേനയെ സംബന്ധിച്ചിടത്തോളം, NCPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. ഈ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക പാർട്ടികളായി ഇപ്പോൾ ശിവസേനയിൽ ഷിൻഡെ വിഭാഗത്തെയും NCPയിൽ അജിത് പവാർ വിഭാഗത്തെയും തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥ ശിവസേന എന്ന് ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ഈ 2 പാർട്ടികൾക്കും ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ 2 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ശിവസേന ഉദ്ധവ് വിഭാഗത്തിനാവട്ടെ 20 സീറ്റോളം മത്സരിക്കാൻ കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് പരമാവധി സീറ്റുകൾ വിജയിച്ച് തങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന് തെളിയിക്കാനുള്ള അവസരമാണ്. ഷിൻഡെ വിഭാഗമാവട്ടെ അവർക്ക് കിട്ടിയ 14 സീറ്റുകളിൽ പരമാവധി 13 പേരെയെങ്കിലും, അതായത് ഇപ്പോൾ ഒപ്പമുള്ളവരെയെങ്കിലും വിജയിപ്പിക്കാനായില്ലെങ്കിൽ അവിടെ ഒരു വലിയ തർക്കത്തിലുള്ള സാധ്യതകളുണ്ട്. NCPയിലേക്ക് വന്നാൽ ഭൂരിഭാഗം MLAമാരും MP മാരും ഒക്കെ തന്നോടൊപ്പമാണെന്ന് അജിത് പറയുമ്പോൾ പോലും പ്രവർത്തകർ, ജനങ്ങൾ അവരൊക്കെ തനിക്കൊപ്പമാണ് എന്ന് ശരത് പവാറിന് തെളിയിക്കാനുള്ള ഒരു മികച്ച അവസരമാണ്. ശരത് പവാറിൻ്റെ കോട്ടയിൽ ബാരാമതിയിൽ ശക്തമായൊരു പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്നുണ്ട്. അജിത് പവാറിൻ്റെ ഭാര്യയും ശരത് പവാറിൻ്റെ മകളും നേർക്കുനേർ പോരാടുന്ന
മണ്ഡലം. സുനേത്രയും സുപ്രിയ സുലെയും നേർക്കുന്നവർ വരുമ്പോൾ അവിടെ പോലും ഒരു ശക്തമായ തീപാറുന്ന പോരാട്ടം നടക്കുന്നുണ്ട്, അഭിമാന പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കാൻ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഗതിയാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്ത് കൂടുതൽ കരുത്തുള്ള രണ്ട് പാർട്ടികളുടെ ഭാവി കൂടിയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പയും ചേരുന്നു. കർണാടകത്തിന്റെ സൂചനകൾ എന്താ എന്ന വിലയിരുത്തലുമായി. അരുൺ, 28 സീറ്റുകൾ, അതിൽ 25 2019 BJP നേടിയതാണ്. അത്ര വലിയൊരു നേട്ടം ആവർത്തിക്കാൻ കഴിയില്ല എന്നത് ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണോ? ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം, പ്രധാനമായും കോൺഗ്രസിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റുന്ന രൂപത്തിലാണോ സൂചനകൾ? വേണു, ഒരു കാര്യം ഉറപ്പാണ്. കർണാടകയിൽ ഇത്തവണ ഒരു പ്രവചനാതീതമായിട്ടുള്ള മത്സരം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ അവസാന ലാപ്പ് വരെ മാറി മറിഞ്ഞ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായിരുന്നു കർണാടകയെ ശ്രദ്ധേയമാക്കിയത്. ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ കർണാടകയിലെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന ഘട്ടത്തിൽ കർണാടകയിൽ പ്രധാനമായും ചർച്ചയായത് ഗ്യാരണ്ടികൾ തമ്മിലുള്ള ഒരു പോരായിരുന്നു. ആദ്യം ഈ പ്രഖ്യാപനം തൊട്ട് ആദ്യഘട്ടത്തിൽ, അതായത് മോദി ഗ്യാരണ്ടിയും അതോടൊപ്പം തന്നെ കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ ഇവിടെ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുകയും അവതരിപ്പിക്കുകയും പിന്നീട് നടപ്പിലാക്കുകയും ചെയ്തു എന്ന് അവകാശപ്പെടുന്ന അവരുടെ 5 ഗ്യാരണ്ടികൾ, അതും മോദി ഗ്യാരണ്ടിയും തമ്മിലുള്ള പോര് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രചാരണ വിഷയമായി അതിലൂന്നിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെയും BJPയുടെയും പ്രചാരണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, അതായത് ഏപ്രിൽ 26 ഒന്നാം ഘട്ടം നടക്കുന്നതിന് മുമ്പ് തന്നെ ആ വിഷയം മാറി. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെത്തി കർണാടക സർക്കാരിന്റെ സംവരണവുമായി ബന്ധപ്പെട്ട്, അതായത് കർണാടകയിലെ സംവരണവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദ പ്രസ്താവന നടത്തുന്നത് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലെത്തി കർണാടകയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതായത് കർണാടകയിലെ സംവരണം, അതായത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് സംവരണാനുകൂല്യങ്ങൾ എടുത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന തരത്തിൽ പ്രസ്താവന നടത്തി. അത് വലിയ വിവാദമാവുകയും അത് കർണാടകയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം എത്തുമ്പോൾ പെട്ടെന്നുണ്ടായ, അതായത് കർണാടകയിൽ വളരെ പെട്ടെന്നുണ്ടായ ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് ലൈംഗിക അതിക്രമ കേസാണ്. അതായത് മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട, പ്രത്യേകിച്ച് ഹാസൻ MP ആയിട്ടുള്ള പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ടിട്ടുള്ള ലൈംഗിക അതിക്രമ കേസാണ് പിന്നീട് തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായത് എന്ന് നമ്മൾ കണ്ടു. അതായത് ഒന്നാം ഘട്ടം കഴിഞ്ഞ് പിന്നീട് നടന്ന 14 മണ്ഡലങ്ങൾ വടക്കൻ കർണാടകയിൽ, അതായത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളും തൂത്തുവാരിയ 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും മുകളിൽ ഭൂരിപക്ഷം നേടിയ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ആ ശക്തി കേന്ദ്രങ്ങളിൽ ലൈംഗിക അതിക്രമ കേസിനെ തുടർന്നുണ്ടായ വിവാദം വലിയ രീതിയിൽ പ്രതിഫലിച്ചുവെന്ന രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസിനെ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന കർണാടകയിലെ ഒരു ഘടകം. അത് പ്രത്യേകിച്ച് ഗ്രൗണ്ട് ലെവലിൽ സ്ത്രീകളിൽ ഉൾപ്പെടെ വലിയ മാറ്റം ഉണ്ടാകും എന്ന തരത്തിൽ കോൺഗ്രസ് വിലയിരുത്തുന്ന അവരുടെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് പോളിംഗിന് ശേഷവും അവർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസങ്ങളിലെ പ്രധാന ഘടകം ഈ ലൈംഗികാതിക്രമ കേസിനെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ശക്തി കേന്ദ്രങ്ങളിൽ അത് പ്രതിഫലിച്ചിട്ടില്ല. വോട്ടുകൾ കുറഞ്ഞാലും അവിടുത്തെ വിജയത്തെ മാറ്റിമറിക്കാനുള്ള ഒരു പ്രതിഫലനം ഉണ്ടായിട്ടില്ല എന്ന് BJP ക്യാമ്പും പ്രതീക്ഷിക്കുന്നു. 20-ലധികം സീറ്റുകൾ നേടുമെന്ന് BJP ആവർത്തിച്ച് പറയുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാവില്ല. 10-ലധികം സീറ്റുകൾ, 14ഓളം സീറ്റുകൾ നേടുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് അവസാന ഘട്ടത്തിലും പ്രതീക്ഷ പങ്കുവെക്കുന്നത്. അതെ, പ്രജ്വൽ രേവണ്ണ വിവാദമൊക്കെ NDAക്ക് കനത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.